മൂന്നാർ ദേവികുളത്ത് അടിയന്തര ഘട്ടങ്ങളിൽ വാർത്താവിനിമയ സംവിധാനം ലഭ്യമാക്കുന്നതിനായി 5 വർഷം മുൻപ് സർക്കാർ വാങ്ങിയ ചലിക്കുന്ന മൊബൈൽ ടവറും ലോറിയും കാടുകയറിയും തുരുമ്പെടുത്തും നശിക്കുന്നു. 5 വർഷമായി ഒരേ സ്ഥലത്തു തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ്. ദേവികുളത്തെ ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനവും മൊബൈൽ ടവറും ജനറേറ്ററും കാടുകയറിയും തുരുമ്പെടുത്തും കിടന്ന് നശിക്കുന്നത്. 2020 ഓഗസ്റ്റ് 6-നുണ്ടായ പെട്ടിമുടി സംഭവം വാർത്താവിനിമയ സംവിധാനമില്ലാതിരുന്നതിനാൽ പിറ്റേന്നാണ് പുറം ലോകമറിഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി വിവരം പുറത്തറിയിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ലോറിയിൽ ഘടിപ്പിച്ച മൊബൈൽ ടവർ, ജനറേറ്റർ ഉൾപ്പെടെയുള്ള അനുബന്ധ സാമഗ്രികളുമായി ചലിക്കുന്ന മൊബൈൽ ടവർ പെട്ടിമുടി സംഭവം നടന്ന 1 മാസത്തിനുള്ളിൽ എത്തിച്ചത്. എന്നാൽ എത്തിച്ച ശേഷം ഒരിക്കൽ പോലും ഇതിന്റെ ഉപയോഗമുണ്ടായില്ല. പെട്ടിമുടിയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ ടവറുകൾ കൊണ്ടുവന്ന് വെച്ച് പുറലോകമായി വിവരങ്ങൾ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ ഇന്ന് ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള സാധാരണക്കാരന് പ്രയോജനപ്രദമായിട്ടുള്ള മൊബൈൽ ടവറുകളെ സജ്ജരാക്കി വെക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ DFO ഓഫീസിന് സമീപമുള്ള ഇടമലക്കുടി പഞ്ചായത്തിന്റെ ക്യാമ്പ് ഓഫീസിന്റെ പരിസരത്താണ് 5 വർഷം മുൻപ് മൊബൈൽ ടവർ സംവിധാനം എത്തിച്ചത്. 5 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ്. സിറ്റി വിഷൻ, മൂന്നാർ.